പറഞ്ഞാൽ നിങ്ങളുടെ പ്രായമുള്ള കുട്ടികളാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത്. ഈ കുട്ടികളുടെ ഇടയിൽ 4%, 100 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 4 കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് പുതിയ കണക്ക്. നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിലുള്ള പല സ്കൂളുകളിലും ഞങ്ങളെ അധ്യാപകരൊക്കെ വിളിക്കും, ചെറിയ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നത് വളരെ ഭീകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ഇത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുടെ അടുത്ത് എത്തുമ്പോൾ, അതായത് ഒരു +2 തലത്തിലേക്ക് എത്തുമ്പോൾ 10 മുതൽ 12% വരെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് പുതിയ കണക്ക്. +2 തലങ്ങളിലൊക്കെ എത്തുമ്പോൾ അത് ഒരു കോളേജ് ലെവലിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ സമീപകാലത്ത് തൃശ്ശൂരുള്ള ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ കണക്ക് മാത്രം എടുത്തു നോക്കിയപ്പോൾ 40% കുട്ടികൾ അവിടെ ലഹരി ഉപയോഗിക്കുന്നു. ശതമാനത്തിന്റെ കണക്കൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ അത്രയും ഭീകരമായിട്ട് നമ്മുടെ യുവതലമുറയുടെ ഇടയിൽ ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നില്ലേ, ഓരോ ദിവസം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ആ വീട്ടിലുള്ള എല്ലാവരെയും കൊലപ്പെടുത്തി. നിങ്ങൾ വായിച്ചോ, ന്യൂസൊക്കെ കേട്ടോ? തിരുവനന്തപുരത്തെ ഒരു വീട്ടിലുള്ള ചെറുപ്പക്കാരൻ എല്ലാവരെയും കൊലപ്പെടുത്തി. അതാണ് നമ്മൾ പറഞ്ഞ ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ ആളുകളുടെ ക്യാരക്ടറാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പണ്ട് കാലത്തെ പോലെയല്ല. ഇന്ന് ആളുകളൊക്കെ വയലൻസിനെ കൂടുതൽ, വയലൻസ് എന്ന് പറഞ്ഞാൽ അക്രമത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിനിമയൊക്കെ കാണാറുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ സിനിമ ഇഷ്ടം? ഇപ്പൊ നമ്മള് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറഞ്ഞാൽ കുറെ ദിവസം ഓടുന്നു, കുറെ കളക്ഷൻ ഉണ്ടാക്കുന്ന സിനിമകളെയാണ് നമ്മൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്ത സമീപകാലത്തൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ അക്രമം കൂടുതലുള്ള സിനിമകളാണ്. ഇപ്പൊ അടുത്ത് ഒരു സിനിമ ഞാൻ കണ്ടു, എന്താണ് ഉണ്ണി മുകുന്ദന്റെ സിനിമയുടെ പേര്? മാർക്കോ സിനിമയൊക്കെ കണ്ടപ്പോ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഞെട്ടല. എല്ലാവരും നല്ല സിനിമ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയി കാണുന്നത്. ചെറിയ കുട്ടികളെ പോലും വലിയ സിലിണ്ടറൊക്കെ വെച്ച് തലയൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ടൈപ്പ് സിനിമകൾ. അപ്പൊ ആളുകളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഈ പുതിയ കാലഘട്ടത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. എല്ലാവരും വയലൻസ് ആയിട്ട് കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, കാർ ഓടിച്ചു പോകുമ്പോൾ മകൻ സൈഡ് സീറ്റിൽ ഇരിക്കുന്നുണ്ട്, ചെറിയ കുട്ടിയാണ് മകൻ ഇരിക്കുന്നുണ്ട്. മകൻ അച്ഛനോട് പറയണം പോലെ മുന്നിലുള്ള കാറ് അതിന് പോയി കുത്തിക്കുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഈ മറ്റേ ഗെയിംസ് ഒക്കെ കണ്ടിട്ട്, ഈ വീഡിയോ ഗെയിംസ് ഒക്കെ കണ്ടിട്ട് അതിലൊക്കെ ഒരു കാറ് പോയി അടുത്ത കാറിനെ കുത്തിച്ച്, അല്ലെങ്കിൽ ഒരു തോക്കെടുത്ത് അടുത്ത ആളെ വെടിവെച്ച് ഇങ്ങനെ പോകുന്ന ഗെയിംസ് ആണ്, കാർട്ടൂണൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ പുതിയ കാലത്തെ കുട്ടികൾക്കുള്ള പ്രശ്നമാണിത്. ഞങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്? ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് അന്ന് ഈ മൊബൈലും ടിവിയും ഒന്നുമില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകൂടി കളികളാണുള്ളത്. ഞങ്ങൾ കുട്ടികൾ കുറെ ആൾക്കാർ കൂട്ടുകൂടും, പന്തലൊക്കെ കെട്ടും, ചെറിയ വീട് വെച്ച് കെട്ടും, അവിടെ കളിക്കും, അവിടെ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കും, ഭക്ഷണം ഉണ്ടാക്കി കളിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ കളികൾ ആ കാലത്ത്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്. അപ്പൊ ഈ കളികളൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ സ്വഭാവ രൂപീകരണത്തിൽ. നമ്മൾ ഈ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഒക്കെയാണ് നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനെ വല്ലാതെ ബാധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുമുട്ടുന്ന കളികൾ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറിൽ കാർട്ടൂൺ കാണുന്നു, ഇത്തരം കാർട്ടൂണുകളാണ്. വെടിവെക്കുന്ന കാർട്ടൂൺ, കാറ് കൊണ്ടുപോയി കുത്തിക്കുന്ന കാർട്ടൂൺ, ഇത്തരം വയലൻസുകളാണ് നിങ്ങൾ കാണുന്നത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ വളരെ എന്തായിരിക്കണം? ഞങ്ങളുടെ കാലഘട്ടം വരെയല്ല, നമ്മൾ കൂടുതൽ നിങ്ങൾ കുട്ടികൾ ബോധവാന്മാരായിരിക്കണം. നമ്മുടെ സ്വഭാവം എപ്പോഴും എന്തായിരിക്കണം? നല്ല സ്വഭാവമായിരിക്കണം, നല്ല ക്യാരക്ടർ ആയിരിക്കണം. നമ്മളൊരു ആളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ വേർതിരിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, അല്ലേ? പേഴ്സണാലിറ്റി അല്ലേ? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ്. അത് യുണീക്കാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമുള്ള കാര്യമാണ്. അത് നമ്മൾ ഏറ്റവും നല്ലതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം, വേണ്ടേ? അതിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? നമുക്ക് പൗരബോധം എന്ന് പറയും. പൗരബോധം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ പൗരന്റെ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകത്തിന്റെ ഒക്കെ പിറകിൽ അടിച്ചു വെച്ചിട്ടുണ്ട് പൗരന്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ അടിച്ചു വെച്ച് വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? പൗരബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്, അതൊരു അലിഖിത നിയമമാണ്. പൗരബോധം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളോട് നമ്മൾ എങ്ങനെ നന്നായി ബിഹേവ് ചെയ്യാന്നുള്ളതാണ് പൗരബോധം. നമ്മുടെ റോഡുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം,
നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പൗരബോധം എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ റോഡുകൾ നമ്മൾ എങ്ങനെ വാഹന ഗതാഗതത്തിലൊക്കെ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കുക, നാട്ടിലെ നിയമങ്ങൾ പാലിക്കുക. ഇതൊക്കെ എന്തിനാണ് നിയമങ്ങൾ? ഞാൻ പോലീസുകാരനാണല്ലോ, നിയമങ്ങളെ കുറിച്ച് പറയാം. എന്തിനാണ് നിയമങ്ങൾ? നിയമങ്ങൾ എന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ഒരു സമൂഹത്തിനെ ക്രമപ്പെടുത്തി ജീവിക്കാനുള്ളതാണ്, ക്രമപ്പെട്ട് ജീവിക്കാനുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മനുഷ്യനല്ലേ, മനുഷ്യനൊരു എന്താ നമ്മൾ പറയാ, സോഷ്യൽ ബീയിങ് എന്ന് പറയും, അല്ലെ? ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. ഈ സാമൂഹ്യ ജീവിയായ മനുഷ്യന് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ക്രമപ്പെട്ട് ജീവിക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ക്രമം വേണം, അല്ലേ? ആ ക്രമത്തിന് വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുള്ളത്. ആ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ കുട്ടികൾ ബാധ്യസ്ഥരായിരിക്കണം. അതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള ഈ ആന്റി സോഷ്യൽ ഈവിൾസ് എന്ന് പറയുന്നത്, എന്താ, സമൂഹ വിരുദ്ധ ശക്തികൾ എന്നൊക്കെ പറയില്ലേ നമ്മള്, മയക്കുമരുന്ന്, മദ്യം, അക്രമം, ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വേണ്ടേ? നമ്മള് അങ്ങനെ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിരിക്കണ്ടേ നമ്മൾ, അല്ലേ? നമ്മൾ ഒരു രാജ്യത്തെ, നാളത്തെ നമ്മുടെ രാജ്യത്തിന്റെ എന്താണ്, നിങ്ങൾ വലിയ വാക്കിൽ പറഞ്ഞ ഭാഗധേയങ്ങൾ എന്നൊക്കെ പറയും. ഈ രാജ്യം നാളെ എന്താണ് ആവണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഈ രാജ്യം നാളെ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ലേ? നിങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങളൊക്കെ തലമുറ കഴിഞ്ഞു തുടങ്ങി. ഇനി നാളെ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിരിക്കണം. അതായത് ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരായിരിക്കണം, അല്ലെ? ജനാധിപത്യ രാജ്യത്തിലെ ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരായിരിക്കണം. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ മയക്കുമരുന്നിനൊക്കെ എതിരെയുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ സ്കൂളിലെ കുട്ടികളാണ്, നിങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ട് അധ്യാപകർ നിങ്ങളെ വാച്ച് ചെയ്യുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ലഹരിയിലേക്കൊന്നും പോവില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു +2 ലെവലെത്തി, അത് കഴിഞ്ഞ് കോളേജിൽ പോകുന്നു, ഹോസ്റ്റലിൽ ചേർന്ന് പഠിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെയാണ് എന്ത് വരിക? ലഹരിയുടെയൊക്കെ വഴിയിലേക്ക് നിങ്ങളെ, നേരത്തെ നിങ്ങൾ പാടിയ പാട്ടിൽ പറഞ്ഞ പോലെ, ആദ്യമൊക്കെ വെറുതെ തരാൻ ആളുണ്ടാവും, അല്ലേ? അപ്പൊക്കെ നമ്മൾ എന്ത് പറയണം? ആ പാട്ടിന്റെ ആദ്യ വരി എന്തായിരുന്നു? വേണ്ട വേണ്ട, വേണ്ട വേണ്ട ചേട്ടാ മദ്യത്തിൽ ലഹരി വേണ്ട, അല്ലേ? വേണ്ട വേണ്ട ചേട്ടാ മയക്കുമരുന്നിൽ ലഹരി വേണ്ട. ഇത് പറയാൻ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം. നമ്മൾ അതിന് നമ്മളെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി കൊണ്ടുവരണം. ഈ 2-3 ദിവസത്തെ നിങ്ങളെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? വേണ്ടേ? ഇപ്പൊ കോളേജിലൊക്കെ ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? കോളേജിലൊക്കെ ചെല്ലുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മയക്കുമരുന്ന് മാഫിയകൾ, മയക്കുമരുന്ന് വിൽപ്പനക്കാർ ഫസ്റ്റ് ഡേ പാർട്ടികളൊക്കെ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ടൂറൊക്കെ സംഘടിപ്പിക്കും അവർ. ഈ കോളേജിൽ അവർക്ക് കണക്ഷനുള്ള കുട്ടികൾ ഉണ്ടാവും, അവരെ വെച്ച് പഠിക്കുന്ന കുട്ടികളെയൊക്കെ വെച്ചിട്ട് ടൂറൊക്കെ സംഘടിപ്പിക്കും. ഈ ടൂറൊക്കെ പോയി കഴിഞ്ഞു വരുമ്പോഴേക്കും ഇതിൽ ഏകദേശം ഒരു പകുതിയിലേറെ കുട്ടികളും മയക്കുമരുന്നിന്റെ അടിമകളായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആദ്യം പറയും എനിക്ക് വേണ്ട 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 എന്ന് പറയും. അപ്പൊ എന്താ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് അറിയോ? നമ്മളിപ്പോ ഈ സ്കൂളിൽ കോളേജിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്തായിരിക്കും വേണ്ടി വരിക? സുഹൃത്ത് വലയങ്ങളായിരിക്കും വേണ്ടി വരിക. സുഹൃത്ത് വലയങ്ങൾ, അല്ലേ? പിയർ ഗ്രൂപ്പ് എന്ന് പറയും നമ്മള്, അതായത് സമപ്രായക്കാരായ ആളുകളുടെ ഒരു ഗ്രൂപ്പ് നമുക്ക് വേണ്ടി വരും, അല്ലേ? അപ്പൊ ആ ഗ്രൂപ്പിൽ ചേരാനും ഞാൻ ആളാണെന്ന് കാണിക്കാനും പലരും ഈ ഒരു വഴിയിലേക്ക് പോകുന്നു. സോ ചെറിയൊരു നേട്ടം ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമാകാനുള്ള നേട്ടം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവൻ ഇത് ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴത്തെ പുതിയ കാലത്തെ മയക്കുമരുന്നുകളൊക്കെ സിന്തറ്റിക് മയക്കുമരുന്നുകൾ എന്ന് പറയും. മദ്യം മാത്രമൊന്നുമല്ല, MDMA, LSD, കൊക്കൈൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മയക്കുമരുന്നുകളുണ്ട്. ഇതൊക്കെ 1-2 തവണ ഉപയോഗിക്കുമ്പോഴേക്കും എന്തായി? നമ്മൾ അതിന്റെ അഡിക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, നമുക്കതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാവും. മയക്കുമരുന്ന് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് 1-2 തവണ ഉപയോഗിക്കുമ്പോഴേക്ക് നമ്മളാവും. ഇതിന്റെയൊക്കെ പൈസ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ MDMA എന്ന് പറയുന്ന സാധനത്തിന് 1 ഗ്രാമിന് 2000 രൂപയൊക്കെയാണ് വില. 1 ഗ്രാമിന് സ്വർണത്തിന്റെ വിലയാണ്. അപ്പൊ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഇതിന് ആദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം എങ്ങനെ തരാൻ ആളുണ്ടാവും എന്ന് പറഞ്ഞ പാട്ടില്, വെറുതെ തരാൻ ആളുണ്ടാവും ആദ്യം. പിന്നെ നമുക്ക് ഇത് ആവശ്യമായി വരും. 1-2 പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് ഇതൊരു അത്യാവശ്യ വസ്തുവായിട്ട് നമുക്കിത് മാറും. അപ്പൊ നമുക്ക് കാശുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് കാശില്ല, എന്നാൽ ഈ സാധനം വാങ്ങണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? പിന്നെ പണം എവിടുന്നെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും പിന്നെ ചിന്ത, അല്ലേ? പിന്നെ നമ്മൾ ഈ